എല്ലാവർക്കും നമസ്കാരം. PTN അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് രണ്ടാം ഭാഗമാണ് നോക്കാൻ പോകുന്നത്. ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർ ആദ്യ ഭാഗം കണ്ടിട്ട് രണ്ടാം ഭാഗം കാണുക. കാരണം ആദ്യത്തെ 20 ചോദ്യങ്ങൾ ആദ്യ ഭാഗത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 21ാമത്തെ ചോദ്യം മുതലാണ് നമ്മൾ രണ്ടാമത്തെ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. 21ാമത്തെ ചോദ്യം, നെയിം ദ അപ്പെക്സ് ബോഡി ഫോംഡ് ടു ടേക്ക് ഇൻ്റർനാഷണൽ ജസ്റ്റിസ്, ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് ആൻഡ് കൺട്രോൾ ദ ട്രാൻസിറ്റ് ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ്. അതായത് അന്താരാഷ്ട്ര നീതിന്യായം, അതുപോലെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് തർക്ക പരിഹാരം, അതുപോലെ ഡേഞ്ചറസ് ഗുഡ്സ് അപകടകരമായ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കൺട്രോൾ ചെയ്യുക തുടങ്ങിയ ഫങ്ഷൻസ് എല്ലാം ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം. അപ്പെക്സ് ബോഡി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഇൻ്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷനാണ്. ഇൻ്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷനാണ്. അന്താരാഷ്ട്ര കച്ചവടങ്ങളുടെ എല്ലാം നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ലണ്ടനാണ് ഇൻ്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ്. 1948 ഇൻ്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ സ്ഥാപിച്ചത്. 22ാമത്തെ ചോദ്യം, ദ റെഗുലേറ്ററി ബോഡി ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ബിസിനസ് ഈസ് ഡാഷ്. അതായത് ഇന്ത്യയിലെ എക്സ്പോർട്ട് ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന റെഗുലേറ്ററി ബോഡി, അതായത് സ്ഥാപനം, ഗവൺമെൻറ് സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം DGFT ആണ്. ഡയറക്ടറേറ്റ്സ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ് ഇന്ത്യയിലെ എക്സ്പോർട്ട് ബിസിനസ് നിയന്ത്രിക്കുന്ന സ്ഥാപനം. ന്യൂഡൽഹിയാണ് DGFTയുടെ ആസ്ഥാനം. 1991 DGFT സ്ഥാപിതമായത്. DGFT പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൻ്റെ കീഴിലാണ്. 23ാമത്തെ ചോദ്യം, ദ ഗുഡ്സ് ക്യാൻ ബി പെർമിറ്റഡ് ഫോർ എക്സ്പോർട്ട് അണ്ടർ ലൈസൻസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ലൈസൻസോടുകൂടി മാത്രം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഗുഡ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് എന്നാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സിലെ റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്ന വിഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ശരിയായ ഉത്തരം റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് ആണ്. റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി എക്സ്പോർട്ടഡ് ഓൺലി വിത്ത് എ ലൈസൻസ് ഇഷ്യൂഡ് ബൈ DGFT. DGFT നൽകുന്ന ലൈസൻസോടുകൂടി മാത്രം എക്സ്പോർട്ട് ചെയ്യാവുന്ന വസ്തുക്കളെ റെസ്ട്രിക്റ്റഡ് ഗുഡ്സ് എന്ന് വിളിക്കും. അതിന് ചില ഉദാഹരണങ്ങളും നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫയർ ആംസ് ആൻഡ് അമ്മ്യൂണിഷൻ, അതായത് യുദ്ധ ഉപകരണങ്ങൾ, അതുപോലെ ലിവിങ് ബേർഡ്സ് ആൻഡ് അനിമൽസ്, ജീവനോടെയുള്ള ബേർഡ്സിനെയും അനിമൽസിനെയും, കൂടാതെ പ്ലാന്റുകൾ, അതിൻ്റെ ഫലങ്ങൾ, ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് ലൈസൻസോടുകൂടി മാത്രമേ ഇത് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 24ാമത്തെ ചോദ്യം, വിച്ച് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ്. താഴെ പറയുന്നവയിൽ ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന ചാനലിൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം മോർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതും ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് എക്സ്പോർട്ട് ചാനൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എക്സ്പോർട്ട് ചാനൽസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. എക്സ്പോർട്ട് ചാനൽസിൽ ഒരുപാട് ചാനൽസ് ഉണ്ടെങ്കിലും 2 പ്രധാനപ്പെട്ട ചാനൽസാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും. അതിൽ ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഡയറക്റ്റ് കൺട്രോൾ, എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ്, റെപ്യൂട്ടേഷൻ ആൻഡ് ഗുഡ്വിൽ, പ്രോഫിറ്റബിലിറ്റി, ഹയർ പ്രൈസസ്, ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ്, നേട്ടങ്ങളുണ്ട്. ഇതിൻ്റെ നേട്ടമല്ലാത്തത് മോർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം മോർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, നേട്ടമല്ല, ഇതിൻ്റെ പോരായ്മയാണ്, ഡിസഡ്വാൻറ്റേജ് ആണ്. ബാക്കിയെല്ലാം ഇതിൻ്റെ നേട്ടമാണ്. 25ാമത്തെ ചോദ്യം, ഷോ ദ ഓഡ് വൺ ഔട്ട്. കൂട്ടത്തിൽ പെടാത്തതേത് എന്നാണ് ചോദ്യം. ഉത്തരം ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഹൗസ് ആണ്. ഇതും രണ്ടാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഫോറിൻ ട്രേഡിലുള്ള പാർട്ടിസിപ്പൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അവിടെ 3ാമത്തെ സ്ഥാപനമായ സ്റ്റാറ്റസ് ഹോൾഡേഴ്സിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കുന്നത്. സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി എക്സ്പോർട്ട് ബിസിനസ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പെർട്ടുകളായുള്ള ആൾക്കാരെയാണ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് ഹൗസ്, സ്റ്റാർ എക്സ്പോർട്ട് ഹൗസ്, ട്രേഡിംഗ് ഹൗസ്, സ്റ്റാർ ട്രേഡിംഗ് ഹൗസ്, പ്രീമിയർ ട്രേഡിംഗ് ഹൗസ് എന്നിവയാണ് 5 ടൈപ്പ്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഫ്രൈറ്റ് ഫോർവേഡിംഗ് ഹൗസ് എന്ന് പറയുന്നൊരു വിഭാഗം ഇല്ല.
26ാമത്തെ ചോദ്യം, GR അഥവാ ഗ്യാരണ്ടി റെസിപ്റ്റ് ഇൻ ഇന്ത്യ ഈസ് മോണിറ്റേർഡ് ബൈ ഡാഷ്. അതായത് ഇന്ത്യയിൽ GR അഥവാ ഗ്യാരണ്ടി റെസിപ്റ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഉത്തരം RBI ആണ്. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് GR റെസിപ്റ്റിനെ നിയന്ത്രിക്കുന്നത്. എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററിലാണ് GR ഫോമുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, ഗ്യാരണ്ടി റെസിപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നത്. ഇവിടെ എക്സ്ചേഞ്ച് കൺട്രോൾ ഡിക്ലറേഷൻ ഫോം 4 തരത്തിലുള്ളതിൽ ഒരു തരമാണ് GR ഫോമുകൾ, ഗ്യാരണ്ടി റെസിപ്റ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടി റെമിറ്റൻസ് ഫോം എന്ന് പറയും. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നത്. ഒരു എക്സ്പോർട്ടർക്ക് എക്സ്പോർട്ട് നടന്നതിന് ശേഷം 180 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടാൻ അർഹതയുണ്ട്. ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ റിസർവ് ബാങ്കിന് നമ്മളൊരു രേഖ സമർപ്പിക്കേണ്ടതുണ്ട്. ആ രേഖയെ വിളിക്കുന്ന പേരാണ് ഗ്യാരണ്ടി റെസിപ്റ്റ് അല്ലെങ്കിൽ ഗ്യാരണ്ടി റെമിറ്റൻസ് ഫോം എന്ന് പറയും. 27. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് ഫങ്ഷൻ ആസ് കമ്മോഡിറ്റി ബോർഡ് ഫോർ എക്സ്പോർട്ട് രജിസ്ട്രേഷൻ? ഇതൊരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യമാണ്, സിലബസിൽ ഉൾപ്പെടാത്തൊരു ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ കമ്മോഡിറ്റി ബോർഡായിട്ട് പ്രവർത്തിക്കാത്ത, എക്സ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന്, എക്സ്പോർട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി കമ്മോഡിറ്റി ബോർഡായി പ്രവർത്തിക്കാത്ത സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം. പെപ്പർ ബോർഡാണ് ശരിയായിട്ടുള്ള ആൻസർ. മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബോർഡുകളെ പറ്റി ഇവിടെ കാണാം. അവിടെ പെപ്പർ ബോർഡാണ് ഇല്ലാത്തത്. 28ാമത്തെ ചോദ്യം, IEC ഈസ് ഇഷ്യൂഡ് ബൈ ഡാഷ്. IEC എന്ന് പറയുന്ന ഒരു നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ശരിയായ ഉത്തരം DGFT ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്ത്യയിൽ എക്സ്പോർട്ട് ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നത് DGFT ആണ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. അവരാണ് IEC അതായത് ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് നമ്പർ ഇഷ്യൂ ചെയ്യുന്നത് DGFT ആണ്. ഇത് 2ാമത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷനിൽ ചാപ്റ്റർ 3 ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിലാണ് പഠിക്കുന്നത്. രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിൻ്റെ സ്റ്റെപ്പുകളിൽ 3ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഒബ്റ്റെയിനിങ് ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് നമ്പർ അല്ലെങ്കിൽ IEC നമ്പറിലാണ് നമ്മളിത് പഠിച്ചത്. 1997 വരെ ഇതിൻ്റെ പേര് എക്സ്പോർട്ടേഴ്സ് കോഡ് നമ്പർ എന്നായിരുന്നു. എന്നാൽ 1997 മുതൽ ഇതിൻ്റെ പേര് IEC എന്നാണ്. കൂടാതെ 1997 വരെ ഈ കോഡ് നൽകിയിരുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. എന്നാൽ 1997 മുതൽ ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് നൽകുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണ്. ഇതൊരു 10 ഡിജിറ്റുള്ള ഒരു കോഡായിരിക്കും. 29ാമത്തെ ചോദ്യം, കമ്പനീസ് എക്സ്പോർട്ടിംഗ് ന്യൂ ലൈസൻസ്ഡ് ആൻഡ് ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഓപ്റ്റ് ഡാഷ് പ്രൈസിംഗ്. അതായത് പുതിയതായി ലൈസൻസ് ലഭിക്കുകയും അതുപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയും ചെയ്യുന്ന കമ്പനികൾ ഏത് തരം പ്രൈസിംഗ് മെത്തേഡാണ് സ്വീകരിക്കുന്നത്? ശരിയായ ഉത്തരം സ്കിമ്മിംഗ് പ്രൈസിംഗ് ആണ്. 2ാമത്തെ സബ്ജക്റ്റിൽ തന്നെ 4ാമത്തെ ചാപ്റ്ററായ എക്സ്പോർട്ട് പ്രൈസിംഗ് ആൻഡ് പേയ്മെൻറ്റ് മെത്തേഡ്സിലാണ് നമ്മൾ സ്കിമ്മിംഗ് പ്രൈസിങ്ങിനെ കുറിച്ച് പഠിക്കുന്നത്. എക്സ്പോർട്ട് പ്രൈസിംഗ് സ്ട്രാറ്റജീസിൽ ആദ്യത്തേതാണ് സ്കിമ്മിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജി. സ്കിമ്മിംഗ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ആദ്യമായി മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഹൈ പ്രൈസ് ചാർജ് ചെയ്യുകയും പിന്നീട് കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിയുമ്പോൾ അത് വില കുറയ്ക്കുകയും ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് സ്കിമ്മിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്നറിയപ്പെടുന്നത്. വലിയ വലിയ ബ്രാൻഡുകളായ ആപ്പിൾ, നൈക്ക് പോലെയുള്ള കമ്പനികൾ ഫോളോ ചെയ്യുന്നത് സ്കിമ്മിംഗ് പ്രൈസിംഗ് സ്ട്രാറ്റജിയാണ്. 30ാമത്തെ ചോദ്യം, ഡോക്യുമെൻ്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോർ റെഡി ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് എക്സ്പോർട്ട്. അതായത് എക്സ്പോർട്ട് പേയ്മെൻറ്റ് മെത്തേഡുകൾ ഒരുപാടുണ്ട്. ആ ഒരുപാടുള്ള എക്സ്പോർട്ട് പേയ്മെൻറ്റ് മെത്തേഡിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു പേയ്മെൻറ്റ് മെത്തേഡാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ തന്നെ റെഡി ക്യാഷ് പേയ്മെൻറ്റിന് തയ്യാറായിട്ടുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം സൈറ്റ് ഡ്രാഫ്റ്റ് എന്നാണ്. സൈറ്റ് ഡ്രാഫ്റ്റ്. ഇത് മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഇൻ എക്സ്പോർട്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് പഠിക്കുന്നത്. അവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റിൽ ആദ്യത്തെ ടൈപ്പ് സൈറ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സൈറ്റ് ഡ്രാഫ്റ്റ് എന്നും പറയും. ദിസ് ഇസ് പേയബിൾ ഓൺ ഡിമാൻഡ് ആഫ്റ്റർ ദ ബിൽ ഈസ് പ്രസൻറ്റഡ്. എപ്പോഴാണോ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് സമർപ്പിക്കുന്നത് അപ്പോൾ തന്നെ പേയ്മെൻറ്റ് കിട്ടാൻ ആർക്ക് അർഹതയുണ്ട്? എക്സ്പോർട്ടർക്ക് അർഹതയുണ്ട്. ഇതാണ് സൈറ്റ് ഡ്രാഫ്റ്റ് അഥവാ സൈറ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. 31. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അപ്പെക്സ് ബോഡി സെറ്റപ്പ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ ദ കാർഗോ ട്രേഡ് സപ്പോർട്ട്? കാർഗോ ട്രേഡ് സപ്പോർട്ടിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രൂപീകരിച്ച അപ്പെക്സ് ബോഡി, ഏറ്റവും ഉയർന്ന
സ്ഥാപനം ഏതാണെന്നാണ് ചോദ്യം. അതായത് ഗവൺമെൻറ്റിന് വേണ്ടി കപ്പലുകൾ ചാർട്ടർ ചെയ്ത് കൊടുക്കുന്ന ഏജൻസി ഏതാണെന്നാണ് ചോദ്യം. ട്രാൻസ് ചാർട്ടാണ് ശരിയായ ഉത്തരം. ഇത് ഷിപ്പിങ്ങിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ ഗവൺമെൻറ് ആക്ഷൻസ് ടു റിവൈവ് ഇന്ത്യൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് പഠിക്കുന്നത്. അതിൽ 4ാമത്തെ സ്കീമായ കാർഗോ സപ്പോർട്ട് സ്കീം 1958 പ്രകാരമാണ് ട്രാൻസ് ചാർട്ട് നിലവിൽ വരുന്നത്. മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ കീഴിലാണ് ട്രാൻസ് ചാർട്ട് പ്രവർത്തിക്കുന്നത്. 32ാമത്തെ ചോദ്യം, അണ്ടർ ദ എക്സ്പോർട്ട് പേയ്മെൻറ്റ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഹൂ ഗ്യാരണ്ടീസ് ദ പേയ്മെൻറ്റ് ഓൺ എക്സ്പോർട്ട് പ്രൊസീഡ്സ് ടു ദ എക്സ്പോർട്ടർ? ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആരാണ് എക്സ്പോർട്ടർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്, പേയ്മെൻറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഇമ്പോർട്ടേഴ്സ് ബാങ്കാണ്. മെത്തേഡ്സ് ഓഫ് പേയ്മെൻറ്റ് ഇൻ എക്സ്പോർട്ട് ട്രാൻസാക്ഷനിലെ ഒരു മെത്തേഡാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടറുടെ, ഇറക്കുമതി ചെയ്യുന്നയാളുടെ ബാങ്ക് കയറ്റുമതി ചെയ്യുന്നയാളുടെ ബാങ്കിന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി പ്രകാരം ഇമ്പോർട്ടർക്ക് വേണ്ടി പണം കൊടുത്തുകൊള്ളാമെന്ന് ഇമ്പോർട്ടറുടെ ബാങ്ക് എക്സ്പോർട്ടറുടെ ബാങ്കിന് കൊടുക്കുന്ന ഉറപ്പാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇതൊരു എഴുതി തയ്യാറാക്കിയ രേഖയാണ്, റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. 33ാമത്തെ ചോദ്യം, ദ അഡ്വാൻറ്റേജ് ഓഫ് വിച്ച് മെത്തേഡ് ഓഫ് എക്സ്പോർട്ട് പേയ്മെൻറ്റ് ഈസ് ദാറ്റ് ഇറ്റ് പെർമിറ്റ്സ് ബോത്ത് പാർട്ടീസ് ടു കൺസർവ് ദെയർ ക്യാഷ് ഫ്ലോ ടു ദ മിനിമം? അതായത് ഏതൊരു എക്സ്പോർട്ട് പേയ്മെൻറ്റ് മെത്തേഡിലാണ് രണ്ട് പാർട്ടീസിനും, അതായത് കയറ്റുമതി ചെയ്യുന്നവർക്കും ഇറക്കുമതി ചെയ്യുന്നവർക്കും ക്യാഷ് ഫ്ലോ മിനിമം ആക്കാൻ, അതായത് ക്യാഷിൻ്റെ ഇടപാട് മിനിമം ആക്കാൻ സഹായിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡ് ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഡോക്യുമെൻ്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പല തരത്തിലുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഡോക്യുമെൻ്ററി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് കയറ്റുമതി ചെയ്യുന്ന ആൾക്കും ഇറക്കുമതി ചെയ്യുന്ന ആൾക്കും ക്യാഷിൻ്റെ ഇടപാട് കുറയ്ക്കാൻ സഹായിക്കുന്നത്. 34ാമത്തെ ചോദ്യം, ബൈ ഡാഷ് ഓഫ് ദ കാർഗോ LCLs ആർ മെയ്ഡ് FCL. LCL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ കണ്ടെയ്നർ ലോഡ്, അതായത് ഒരു കണ്ടെയ്നറിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ കുറവ് ഐറ്റംസ് കണ്ടെയ്നറിൽ കൊണ്ടുപോകുന്നതിനെ ലെസ് ദാൻ കണ്ടെയ്നർ ലോഡ് എന്ന് പറയുന്നു. FCL എന്ന് പറഞ്ഞാൽ ഫുൾ കണ്ടെയ്നർ ലോഡ്, ഒരു കണ്ടെയ്നറിൽ കൊള്ളാവുന്ന മാക്സിമം പ്രോഡക്റ്റുകൾ കൊണ്ടുപോകുന്നതിനെ ഫുൾ കണ്ടെയ്നർ ലോഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ലെസ് ദാൻ കണ്ടെയ്നർ ലോഡിനെ ഫുൾ കണ്ടെയ്നർ ലോഡാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം കൺസോളിഡേഷൻ ആണ്. ഇത് നമ്മൾ 2ാമത്തെ സബ്ജക്റ്റിലെ 10ാമത്തെ ചാപ്റ്ററായ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കീ ആക്ടിവിറ്റീസ് ഇൻ ICDs, ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയിൽ നടക്കുന്ന ചില പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളെ കുറിച്ച് പഠിക്കുമ്പോൾ 2 ആക്ടിവിറ്റികൾ നമ്മൾ പഠിക്കുന്നുണ്ട്, കൺസോളിഡേഷൻ ആൻഡ് ഡീകൺസോളിഡേഷൻ. ലെസ് ദാൻ കണ്ടെയ്നർ ലോഡിനെ ഫുൾ കണ്ടെയ്നർ ലോഡാക്കി മാറ്റുന്നതിനെ കൺസോളിഡേഷൻ എന്നും, നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഫുൾ കണ്ടെയ്നർ ലോഡിനെ ലെസ് ദാൻ കണ്ടെയ്നർ ലോഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെങ്കിൽ ഡീകൺസോളിഡേഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം കൺസോളിഡേഷൻ ആണ്. ലെസ് ദാൻ കണ്ടെയ്നർ ലോഡിനെ ഫുൾ കണ്ടെയ്നർ ലോഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 35ാമത്തെ ചോദ്യം, ദ ടേം ലൈനർ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡാഷ്. ലൈനർ എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആൻസർ ഷിപ്പാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് ഷിപ്പിംഗ് ട്രേഡിനെ നമ്മൾ 2ആയി തരംതിരിച്ചിട്ടുണ്ട്, ലൈനർ ട്രേഡ് എന്നും ട്രാമ്പ് ട്രേഡ് എന്നും. ലൈനർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നിശ്ചയിച്ച ഡേറ്റും റൂട്ടും പ്രകാരം മാത്രം ട്രേഡ് നടത്തുന്നതാണ് ലൈനർ ട്രേഡ്. ഇവിടെ റൂട്ടും അതുപോലെ തന്നെ ടൈമും എല്ലാം കൃത്യമായി മുൻകൂട്ടി പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ട്രാമ്പ് ട്രേഡിൽ റൂട്ടും ഡേറ്റും ഒന്നും നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവില്ല. എമർജൻസി സിറ്റുവേഷനിലായിരിക്കും ഈ ട്രാമ്പ് ട്രേഡ് ഉപയോഗിക്കുന്നത്. 36ാമത്തെ ചോദ്യം, ഡാഷ് ഇസ് എ 10 ഡിജിറ്റൽ ഫിഗർ ഇഷ്യൂഡ് ടു എക്സ്പോർട്ടേഴ്സ് ഓർ ഇമ്പോർട്ടേഴ്സ് ബൈ ദ DGFT. ഇതേ ചോദ്യം നമ്മൾ നേരത്തെ വേറൊരു തരത്തിൽ പഠിച്ചതാണ്. അതായത് DGFT നൽകുന്ന 10 ഡിജിറ്റുള്ള ഒരു കോഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. അതാണ് IEC, ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് എന്ന് പറയുന്നത്. 37, ദ ഡാഷ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് സച്ച് ആസ് ബുള്ളിയൻ, വനസ്പതി ആൻഡ് എഡിബിൾ ഓയിൽസ്, പൾസസ്, ഹൈഡ്രോകാർബൺസ്, മെറ്റൽസ്
ആൻഡ് മിനറൽസ് ആൻഡ് ഫർട്ടിലൈസേഴ്സ്. ഇത്തരം വസ്തുക്കളെല്ലാം ബുള്ളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, വനസ്പതി എന്ന് പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജനങ്ങളാണ്, എഡിബിൾ ഓയിൽസ്, പൾസസ്, ഹൈഡ്രോ കാർബൺ തുടങ്ങിയ ഗുഡ്സ് എല്ലാം തന്നെ ഇറക്കുമതി ചെയ്യുന്നതിന് അധികാരമുള്ള ഇന്ത്യയിലെ ഒരേയൊരു ഏജൻസി ഏതാണ്? സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷന് മാത്രമാണ് ഇത്തരം വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യയിൽ അധികാരമുള്ളൂ. 38ാമത്തെ ചോദ്യം, ടു ഫെസിലിറ്റേറ്റ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ടു നോട്ട് ഓൺലി എക്സ്പോർട്ടേഴ്സ് ബേസ്ഡ് നിയർ പോർട്സ് ബട്ട് ടു ഓൾ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് സ്പ്രെഡ് ഓൾ ഓവർ ദ കൺട്രി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇനീഷ്യേറ്റഡ് ഡാഷ്. ചോദ്യം മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാധാരണ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ നടത്തുന്നതിന് ആർക്കാണ് കൂടുതൽ സൗകര്യം ഉണ്ടാവുക? പോർട്ടിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിനായിരിക്കും, അല്ലെങ്കിൽ പോർട്ടിനടുത്ത് ബിസിനസ് സ്ഥാപനങ്ങളുള്ള കമ്പനികൾക്കായിരിക്കും എക്സ്പോർട്ട് ചെയ്യാൻ എളുപ്പം. എന്നാൽ പോർട്ടിനടുത്തല്ലാത്ത, പോർട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള കമ്പനികൾക്കും എന്ത് ചെയ്യാൻ സൗകര്യം വേണം? എക്സ്പോർട്ട് ചെയ്യാൻ സൗകര്യം വേണം. അപ്പം അതിനുവേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ച ഒരു സൗകര്യത്തിൻ്റെ പേരെന്താണ്? അതാണ് ഡ്രൈ പോർട്ട്സ്. 2ാമത്തെ സബ്ജക്റ്റിലെ 10ാമത്തെ ചാപ്റ്ററായ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ ആൻഡ് ഡ്രൈ പോർട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? ഡ്രൈ പോർട്ടുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് മെയിൻ പോർട്ടുകളിൽ നിന്ന് അകലെയായി സ്ഥിതി ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് എന്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? ഡ്രൈ പോർട്ട്സ് സ്ഥാപിച്ചിട്ടുള്ളത്. 39ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഓഡ് വൺ ആൻഡ് ഡസ് നോട്ട് കൗണ്ട് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റാറ്റസ് ഹോൾഡേഴ്സ്. ഇതേ ചോദ്യം നമ്മൾ നേരത്തെ വേറൊരു തരത്തിൽ പഠിച്ചിരുന്നു. സ്റ്റാറ്റസ് ഹോൾഡേഴ്സിൻ്റെ 5 തരം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഹോൾഡേഴ്സിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം പ്രീമിയർ എക്സ്പോർട്ട് ഹൗസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റസ് ഹോൾഡേഴ്സിനെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. എക്സ്പോർട്ട് ഹൗസ്, സ്റ്റാർ എക്സ്പോർട്ട് ഹൗസ്, ട്രേഡിംഗ് ഹൗസ്, സ്റ്റാർ ട്രേഡിംഗ് ഹൗസ്, പ്രീമിയർ ട്രേഡിംഗ് ഹൗസ് എന്നിങ്ങനെയാണ് 5 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിൽ ഉൾപ്പെടാത്തത് പ്രീമിയർ എക്സ്പോർട്ട് ഹൗസ് ആണ്. പ്രീമിയർ എക്സ്പോർട്ട് ഹൗസ് എന്ന് പറയുന്നൊരു സ്റ്റാറ്റസ് ഹോൾഡർ ഇല്ല നിലവിൽ. 40ാമത്തെ ചോദ്യം, റോറോ ഷിപ്സ് ആർ യൂസ്ഡ് ടു മൂവ് ഡാഷ്. റോറോ ഷിപ്പുകൾ ഏത് തരം പ്രോഡക്റ്റുകളെ കൊണ്ടുപോകാനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കാർസ് ആണ്. കാറുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് റോറോ ഷിപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. റോൾ ഓൺ റോൾ ഓഫ് എന്നാണ് റോറോയുടെ ഫുൾ ഫോം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.